മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് മണി കംസ് ഫസ്റ്റ്. മണി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലെ ബാക്കി എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നടത്താം. ഫോർ എക്സാമ്പിൾ, ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്. കുറെ പേരുണ്ട്. അപ്പൊ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി. ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. കല്യാണം കഴിഞ്ഞത് ലൈഫിലെ ഏറ്റവും നല്ല തീരുമാനമാണ് എന്ന് തോന്നിപ്പിച്ചതാണ് ഈ പറഞ്ഞ ഞാനൊരു ലക്കിയാണെന്ന്. വിപരീത ദമ്പതികളായ ജീവയും അപർണയും വേർപിരിഞ്ഞു എന്ന അഭ്യൂഹങ്ങൾക്ക് ഒടുവിൽ വാർത്ത സ്ഥിരീകരിച്ച താരങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചാണ് ഇരുവരും ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. നമസ്കാരം. ജീവയും അപർണ തോമസും ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും വേർപിരിഞ്ഞു എന്ന് അവർ തന്നെ അവരുടേതായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ മുന്നിലുള്ള ഇന്റർവ്യൂകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരിങ്ങനെ വേർപിരിയും എന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ഇല്ല. അപ്പൊ ഈ സെലിബ്രിറ്റീസിനെ കുറിച്ച് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് പല ഇന്റർവ്യൂകളിലും വന്നിരിക്കുന്നത് എന്നുള്ളത്. എന്നുവെച്ചാൽ അവരുടെ ലൈഫിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അവരുടേതായ കാര്യങ്ങൾ, അവരുടെ ലൈഫിലെ കാര്യങ്ങൾ, അവർ സ്നേഹിച്ചറിഞ്ഞപ്പോഴുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ഇവർ വാതോരാതെ സംസാരിക്കും. അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കും എന്താണെന്നറിയാമോ, എന്റെ പൊന്നെ എന്തൊരു ലൈഫായത്, അടിപൊളി ലൈഫ്, സ്നേഹമുള്ളവൻ അല്ലെങ്കിൽ സ്നേഹമുള്ളവൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പിന്നെ അങ്ങ് ആരാധകരുടെ അങ്ങ് അപ്രീഷിയേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഇവര് നമ്മൾ ഈ ഇന്റർവ്യൂവിൽ കാണുന്ന ആൾക്കാരൊന്നും അല്ല ഇവരുടെ റിയൽ ലൈഫിൽ. നമ്മളിപ്പോ എത്രയോ പുറകോട്ട് ചിന്തിച്ച് ഒരു 3-4 മാസത്തിനിടയ്ക്ക് ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ ഒക്കെ ലൈഫിൽ നടന്നത് തന്നെ എടുത്തു നോക്കി. ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്? പല ഡൈവോഴ്സുകൾ, വേർപിരിയലുകൾ, ഒളിച്ചോട്ടങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ 3-4 മാസത്തിനുള്ളിൽ കണ്ടതാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ ഒന്നും അല്ല ഇവരുടെ ജീവിതം. ഇവരൊക്കെ വേറൊരു ലൈഫാണ്. എന്നുവെച്ചാൽ നമ്മളുടെ മുന്നിൽ ഇവർ അഭിനയിക്കുകയാണ്. സത്യത്തിൽ ഇവരൊക്കെ ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അങ്ങ് അഭിനയിച്ച് അങ്ങ് തകർക്കുകയാണ്. ഇത് കാണുമ്പം കുറെ പേര് അവരെ സ്നേഹിക്കാനും എടുക്കാനും, ശരിയാണ്, അവർ ഫാൻസ് ഉണ്ടാവും, അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അവരുടെ ലൈഫിന്റെ ആ സന്തോഷമൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ടാവും, അവർക്ക് സങ്കടം വരുമ്പോൾ സങ്കടപ്പെടുന്നവരും ഉണ്ടാവും. അപ്പൊ ഞാൻ അതിനെ ഒന്നും കുറ്റം പറയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് വലിയ സ്റ്റാർ ആണെങ്കിലും ഇത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും ഇവരൊക്കെ ഈ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇവരുടെ ഒരു അഭിനയം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത അഭിനയമാണ്. ആ ഇന്റർവ്യൂസ് എല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത്. ഇനി ഇവര് പിരിഞ്ഞു, ഇവരിങ്ങനെ അല്ലായിരുന്നല്ലോ സംസാരിച്ചതെന്നൊക്കെ നമുക്ക് തോന്നും. ഈ പറഞ്ഞ ജീവയും അപർണ തോമസും വേർപിരിഞ്ഞിട്ടുണ്ട്. വേർപിരിഞ്ഞ പോസ്റ്റുകളൊക്കെ അവര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജീവ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: താരദമ്പതികളായി ഞങ്ങളെ ഒരു ദമ്പതികളായി ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല, ഇനി അത് ജീവയും അപർണയും മാത്രമാണ്. 11 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് പോവുകയാണ്. എവിടെയോ എന്തോ തെറ്റുപറ്റി. ഇനി ഇത് മുന്നോട്ട് പോകില്ലെന്ന സത്യം ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അതിനാൽ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതിന്റെ കാരണം പൂർണ്ണമായും വ്യക്തിപരമാണ്. ഞങ്ങൾ ഈ കാര്യത്തെ പക്വതയോടെ നേരിടുന്നത് പോലെ നിങ്ങളും ഇതിനെ പക്വതയോടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വളരെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. ഈ സാഹചര്യം നേരിടുന്ന ഈ സമയത്ത് ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കുക. ദയവായി ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാം സംഭവിക്കുന്നത് ഒരു കാരണത്താലാണ് എന്ന് പറയാറുണ്ട്. അതിൽ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഇവര് വേർപിരിഞ്ഞു എന്നുള്ളത് ഇവർ രണ്ടുപേരുടെ പോസ്റ്റുകൾ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ അപർണ തോമസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതുകൂടെ വായിക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറയാം. ഇവരുടെ വേർപിരിഞ്ഞതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് എന്നിൽ നിന്ന് കേൾക്കാൻ നിങ്ങൾ പലരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ്. അതെ, വിവാഹബന്ധം അവസാനിച്ചു. അത് ശരിയായി മുന്നോട്ട് പോയില്ല. സത്യസന്ധമായി പറഞ്ഞാൽ അത് തുടരാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേർക്കും ഇത് എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു അത്. നമ്മളിത് വായിച്ചു കഴിയുമ്പോൾ ഇത്രയും വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതെന്തോ ജീവയുടെ കയ്യിൽ എന്തോ വിഷയം വന്നിട്ടുണ്ടോ, ജീവയാണ് അതിനെല്ലാം കാരണക്കാരൻ എന്നുവെച്ചാൽ ആ ഒരു രീതിയിലാണ് അപർണ തോമസ് ഇവിടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് വെളിയിൽ വരുന്ന ന്യൂസൊക്കെ അനുസരിച്ച് ഈ അപർണ തോമസിന്റെ കയ്യിലാണ് കുറ്റം, അല്ലെങ്കിൽ അപർണ തോമസ് ആണ് പിരിയാൻ കാരണം എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല, എന്താണ് ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. പക്ഷെ ഈ പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നത് ഈ ജീവയാണ്. ഇതെനിക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും. ഞാൻ സമാധാനത്തിലാണ്, ഞാൻ സന്തോഷവതിയാണ്, സുരക്ഷിതമായി തോന്നുന്നു. ഏറെക്കാലത്തിന് ശേഷം ഇപ്പോഴാണ് മനസ്സിന് ഇത്രയും
ലഘുത്വം അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കുറച്ച് ക്ലിപ്പിംഗ് കാണിക്കാം. അപ്പോൾ ഈ ലഘുത്വം ഒന്നും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനോ ഓരോ കാര്യവും തുറന്നു പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചില കാര്യങ്ങൾ വ്യക്തിപരമാണ്. എനിക്ക് ഇനി മുന്നോട്ട് പോകണം, സമാധാനത്തോടെ എന്റെ ജീവിതം ജീവിക്കണം. ഇതൊക്കെ ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കണം കേട്ടോ. ദയവായി എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുകയും എനിക്ക് ആവശ്യമായ ഇടം നൽകുകയും ചെയ്യണം. അത്ര മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ വന്നിട്ട് ഇന്റർവ്യൂവിൽ കടന്ന് തള്ളുന്ന തള്ളൊക്കെ കണ്ടിട്ട് ഇവിടെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നിങ്ങളെയൊക്കെ അങ്ങ് പൂർണ്ണമായി അങ്ങ് വിശ്വസിച്ചു. അങ്ങനെയൊന്നും ഇനി ആരെയും വിശ്വസിക്കരുത് എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഈ പോസ്റ്റും അതുപോലെ തന്നെ ഇവരുടെ ഇന്റർവ്യൂസും. പഴയ കുറച്ച് ഇന്റർവ്യൂകൾ നമുക്ക് കാണാം. ഇവർ തന്നെ പുകഴ്ത്തി സംസാരിക്കുന്നതും ഒക്കെയാണ് അതിനകത്ത്. എന്താ എനിക്കാണെങ്കിൽ സന്തോഷമില്ലായിരുന്നു എന്നൊക്കെ അപർണ തോമസ് ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് സന്തോഷവതിയായത് എന്നൊക്കെ. ആ ഇന്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ സന്തോഷമൊന്നും ഇല്ലായിരുന്നോ എന്ന് നമുക്ക് നേരത്തെ സന്തോഷമില്ലായിരുന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും. എന്ന് വെച്ചാൽ നേരത്തെ സന്തോഷമില്ലായ്മയൊന്നും നമ്മൾ ആ ഇന്റർവ്യൂവിൽ ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂവിലും ഒക്കെ വന്നിരിക്കുന്നത്. ഞാനും ജീവയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള, ഫോർ എക്സാമ്പിൾ ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറെ പേരുണ്ട്. അപ്പൊ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി. ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ലൈക്ക് ഇഫ് ഐ എം സമ്മൺ, ഓക്കെ വെട്ടൊന്ന് മുറി രണ്ട്, അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ് ആയനെ. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത്, I won't say adjustment, I won't say sacrifice, because that two terms are bullshit in your relation. അതൊന്നുമല്ല. അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസ് ഒന്നുമല്ല. Communication, just like he said, transparency is very, very, very important. Super important. It is your partner. It is your, like you are a couple. You should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന് ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ വരുമ്പോഴാണ് ഡൈവോഴ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വേർപിരിയുന്നത് എന്നൊക്കെയാണ് ഇവിടെ അപർണ തോമസ് പഴയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അതുപോലെ തന്നെ പെണ്ണുങ്ങൾ മെസ്സേജ് അയക്കുന്നതും ഒക്കെ പ്രശ്നമായി കാണും അല്ലേ? അങ്ങനെ നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ചാൽ അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞ അങ്ങനല്ലേ, ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ജീവിക്കുന്ന വെച്ചോ, അപ്പൊ എനിക്ക് അടുത്തൊരു മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഉപദേശമൊക്കെ കൊള്ളാം, നല്ല ഉപദേശമൊക്കെയാണ്. ചാനലിൽ വന്നിരുന്ന് ഉപദേശിക്കാനൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ മിടുക്കരാണ് ഈ സെലിബ്രിറ്റീസ് എല്ലാം. നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന തത്വങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അയ്യോ എന്തോ ഒരു അടിപൊളി ലൈഫാന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ്. കല്യാണം കഴിഞ്ഞത് ലൈഫിലെ ഏറ്റവും നല്ല തീരുമാനമാണ് എന്ന് തോന്നിപ്പിച്ചതാണ് ഈ പറഞ്ഞ ഞാനൊരു ലക്കിയാണെന്ന്. കാര്യം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്കൊക്കെ ഒരു മൂശാട്ട പെണ്ണെ കിട്ടണമായിരുന്നു. തിരിച്ചു ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നിനക്കൊരു മൂശാട്ട പെണ്ണിനെ കിട്ടണമായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കല്യാണം കഴിച്ചതാണ് എന്റെ ഏറ്റവും വലിയ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയാണ് അവിടുന്ന് പറയുന്നത്. എന്തായാലും ഇനിയൊരു മൂശാട്ട പെണ്ണിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് തപ്പാം. കാര്യം കുറെ പേര് ലൈഫിൽ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. യെസ്, ഹൗ ലക്കി ആയ എന്തിനാ വലിക്കണ്ടേ, നമുക്കിരിക്കും പൊണ്ണും കൈ ഇവിടെ. ഇതൊക്കെ കണ്ടിട്ടാണ് ഫാൻസുകാർ ഇവരെയൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് പേര് ഇവരുടെ ജീവിതം സന്തോഷമായിട്ടാണല്ലോ പോകുന്നത് പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇവരൊക്കെ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വിപരീതവുമാണ്. അതിപ്പോഴും മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ട്. ഈ സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ മിക്ക സെലിബ്രിറ്റികളുടെ കാര്യമാണ് ഈ പറയുന്നത്. അവര് നമ്മളുടെ മുന്നിൽ വന്ന് പറയുന്നതൊന്നും അവരുടെ പ്രവർത്തന രീതികൾ മറ്റൊന്നുമാണ്. അത് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമുക്ക് എത്രയോ കാര്യങ്ങൾ നമ്മുടെ ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. ഇവിടെ ആ ഇന്റർവ്യൂ എടുക്കുന്ന ആ സമയത്ത് ഇവർ സംസാരിക്കുന്ന രണ്ടുപേരും അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടില്ലേ? എത്ര സന്തോഷപരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ റിയലാന്ന് വിശ്വസിക്കുന്നവരാണ് വിഡ്ഢികൾ സത്യത്തിൽ. ട്രസ്റ്റ് എത്ര വലിയൊരു കാര്യമാണ് ഇതില്. ഭയങ്കര വലുതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ റീസെന്റ് കാണുന്ന എന്താ പറയാ ഡിവോഴ്സസ് എല്ലാം എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 50% ഈ ട്രസ്റ്റിന്റെ ഇഷ്യൂ തന്നെ ആയിരിക്കുള്ളൂ. ട്രസ്റ്റ് ഇഷ്യൂസ് ഡെഫിനറ്റ്ലി ഉണ്ടാവാം. ഈഗോ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. മാരേജ് വർക്ക്ഔട്ട് ആവാത്തതിന്റെ ഒരു വലിയ കാര്യമായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ, ഷീ ഓർ ഹി മൈറ്റ് ബി ഏർണിംഗ് മോർ, ഹി ഓർ ഷീ മൈറ്റ് ബി ദ ബെസ്റ്റ്. അപ്പൊ ഈഗോ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് ആകാൻ കാരണം ഈഗോയും ഒക്കെ ആണെന്നാണല്ലോ ഇവിടെ
അപർണ തോമസ് ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. ട്രസ്റ്റ് ഇഷ്യൂവും ഈഗോ ഇഷ്യൂവുമാണ് അപർണ തോമസ് ഈ ഇന്റർവ്യൂവിൽ പറയുന്നത്. ഇത് രണ്ടും അവരുടെ ജീവിതത്തിൽ ചിലപ്പം ഉണ്ടായി കാണും. അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തേ ഇല്ല, ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത്, ഞങ്ങളുടെ ലൈഫ് അടിപൊളിയാണ്, ഞങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരെ, അല്ലെങ്കിൽ മറ്റു ഡൈവോഴ്സുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ മറ്റുള്ള വേർപിരിയലുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാമെന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നുകൊണ്ട് ആ ഇന്റർവ്യൂവിൽ കുറെ ഉപദേശങ്ങളും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉപദേശം കൊള്ളാം, പക്ഷേ പ്രാബല്യത്തിൽ വന്നപ്പോൾ എവിടെയോ ഒരു പരാജയം വന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ ഇവര് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസുകളാണ് ഇതൊക്കെ, കേട്ടോ. കണ്ടോ, രണ്ടുപേരും കൂടെ എന്തോ സ്നേഹമാണ്. ഷൂട്ടിങ്ങിൽ എവിടെ ഇരിക്കുന്നു, അവൻ എവിടെ ഇരിക്കുന്നു, രണ്ടുപേരും ഫ്ലൈങ് കിസ് കൊടുക്കുന്നു, മൊബൈലിൽ ക്യാമറയിൽ കണ്ട് സംസാരിക്കുന്നു. ഇതൊക്കെയാണ് ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ കാണുന്നവർ ഭയങ്കര സന്തോഷമാണല്ലോ, സന്തോഷമായിട്ടിരിക്കട്ടെ എന്നാണ് എല്ലാവരും വിചാരിക്കത്തുള്ളൂ. ആരും സന്തോഷമായിട്ട് ഇരിക്കേണ്ട എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇവർ നാടകം കളിക്കുകയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ക്യാമറയുടെ മുന്നിലൊന്നും, പക്ഷേ ഇവരുടെ ലൈഫിൽ നടക്കുന്നത് മറ്റൊന്നുമാണ്. കാണിക്കുന്നത് എന്താണ്? ഇവരുടെ ലൈഫിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ വലിയ സന്തോഷവതികളാണ്, അല്ലെങ്കിൽ സന്തോഷവാനാണ് എന്ന് ഇവർ തന്നെ പോസ്റ്റൊക്കെ ഇട്ട് ഇങ്ങനെയുള്ള റീൽസ് ഒക്കെ ഇട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ വിശ്വസിക്കുന്നത് ആരാണ്? പറയുന്ന ഇവരെ ഇഷ്ടപ്പെടുന്ന ആരാധകരൊക്കെയാണ്. അത് എല്ലാവരുടെയും കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ മിക്ക സെലിബ്രിറ്റീസും ഈ പറയുന്ന ആരാധകരെ വരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവരെ ഇഷ്ടപ്പെടുന്നവരെ വരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇവര് നമ്മളുടെ മുന്നിൽ കാണിക്കുന്നതെല്ലാം ഒരു നാടകം മാത്രമാണ്, ഇത് നമുക്ക് മനസ്സിലാവും. പക്ഷെ റിയൽ ലൈഫിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽ ലൈഫിൽ ഇവരുടെ ലൈഫിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളും ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ല, ഇവർ തമ്മിൽ വേർപിരിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടോ? ആ കമന്റ് ബോക്സ് ഒക്കെ കയറി നോക്കണം. ഒരാളും വിചാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അപർണ തോമസിനോട് ഒരാൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, നാളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നത് അതൊക്കെ പണ്ടെന്ന്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയം തോന്നിയത്, എന്താണ് ഇവർ തമ്മിൽ പിരിഞ്ഞോ എന്നുള്ളതൊക്കെ. അങ്ങനെയാണ് ഇത് ചർച്ചയാകുന്നത്. അതിനുശേഷം ആണ് ഇവർ പോസ്റ്റ് ഇടുന്നത്, അവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ള കാര്യം, വ്യക്തിപരമായ കാരണങ്ങളാൽ അവർ പിരിഞ്ഞു എന്നുള്ളത് പറഞ്ഞ് കമന്റ് ഇടുന്നത്. ഓക്കെ, ദമ്പതികളായ ജീവയും അപർണയും വേർപിരിഞ്ഞു എന്ന അഭ്യൂഹങ്ങൾക്ക് ഒടുവിൽ വാർത്ത സ്ഥിരീകരിച്ച താരങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചാണ് ഇരുവരും ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. 11 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വേർപിരിയുകയാണെന്നും എവിടെയോ എന്തോ തെറ്റുപറ്റിപ്പോയി, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞെന്നും ജീവ കുറിച്ചു. അപ്പോൾ 11 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് അവർ വേർപിരിഞ്ഞു. അപ്പൊ അതിനകത്ത് എന്തൊക്കെയോ ഇവർക്ക് അസ്വാരസ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി, അതിനാൽ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ആ കുറിപ്പിട്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഈ വേർപിരിയലിനെയും ഡൈവോഴ്സിനെയും ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ മാക്സിമം വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോകാതെ, അല്ലെങ്കിൽ ഒളിച്ചോടി പോകാതെ, ഇങ്ങനെയുള്ള ജീവയെ വെച്ചിട്ട് ഇനി അപർണ തോമസ് ഒളിച്ചോടിയില്ല, അത് തന്നെ അപർണ തോമസിനെ വെച്ചുകൊണ്ട് ജീവ വേറൊരു കല്യാണം കഴിക്കാനും പോയില്ല. അവരുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ അവർ പോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പേരുദോഷം ഉണ്ടാക്കിക്കൊണ്ട്, നമുക്കറിയാം കഴിഞ്ഞിടയ്ക്ക് തന്നെ ഉണ്ടായ സംഭവം, അങ്ങനെയൊന്നും പോകാതെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു തീരുമാനം എടുത്ത് പിരിയുന്നത് നല്ല കാര്യമാണ്. ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ഇവർക്ക് രണ്ടുപേർക്കും തോന്നിയെങ്കിൽ ആ തോന്നിയ സ്ഥിതിക്ക് പിന്നെ ഒരുമിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല, അത് വേർപിരിയൽ തന്നെയാണ് അതിന് നല്ലത്. അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തു എന്നാണ് പറയുന്നത്. ബന്ധത്തിൽ തുടരാൻ താല്പര്യമുണ്ടായിരുന്നില്ലെന്നും തനിക്ക് വേണ്ടി എടുക്കേണ്ടി വന്ന തീരുമാനമാണെന്നുമാണ് അപർണ എഴുതിയത്. ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിലാണ് പിരിഞ്ഞെന്ന വാർത്ത പങ്കുവച്ചത്. അപർണയുടെ താല്പര്യപ്രകാരമാണ് ഈ വേർപിരിയൽ എന്നുള്ള രീതിയിലാണ് അപർണ കുറിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്തായാലും രണ്ടുപേർക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ പിരിഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ ഈ മോടിയൊക്കെ ഉള്ളൂ, വെളിയിൽ കാണിക്കുന്ന മോടിയും വെളിയിൽ കാണിക്കുന്ന ജാടയും വേലയൊക്കെ ഉള്ളൂ. ഇവരുടെ ലൈഫിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഈ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശീർവദിക്കുകയും അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഭയങ്കരമായിട്ട് അവരുടെ ലൈഫിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഈ ലൈഫിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലല്ലോ, ഇവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ. അവരൊരു ക്യാമറ കാണുമ്പോൾ അവർ സാധാരണ എന്താണ് ചെയ്യുന്നത്, ഇവരൊക്കെ അഭിനയത്തിൽ നിന്ന് വന്നതാണ്. ജീവയാണെങ്കിലും അഭിനയത്തിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പൊ അവർക്കൊക്കെ അഭിനയിക്കാൻ ആരും പ്രത്യേകിച്ച് പറഞ്ഞൊന്നും കൊടുക്കണ്ട. ഒരു ക്യാമറ കാണുമ്പോഴത്തേക്ക് ക്യാമറയുടെ മുന്നിൽ എങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരുടെ ചിലപ്പം ഈ ഇന്റർവ്യൂ എടുക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ അവിടെ അടി നടന്നതായിരിക്കും. എന്നാലും അവർ ഇന്റർവ്യൂ നടക്കുമ്പോഴത്തേക്ക് അവരൊന്നും അറിയാത്ത പോലെ, ഒന്നും ചെയ്യാത്തതുപോലെ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പോലും അറിയാത്ത രീതിയിലൊക്കെ വന്ന് ക്യാമറയുടെ മുന്നിൽ ഇരുന്നൊക്കെ സംസാരിച്ച് കളയും. മോട്ടിവേഷൻ തരും. ആർക്കാണ്? ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധകർക്ക് ഭയങ്കരമായി മോട്ടിവേഷൻ തരും. ഈ മോട്ടിവേഷനിൽ വീണ് പോവും ആരാധകർ. അങ്ങനെ ആരാധകർ എന്ത് ചെയ്യും? ഇവർക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവർ പിരിയുമെന്ന് അറിയുമ്പോഴത്തേക്കാണ് മൂക്കത്ത് വിരൽ വെക്കുന്നത്. അത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സെലിബ്രിറ്റിയുടെ തന്നെ വൈഫ് എന്താണ് ചെയ്തത്? സിനിമ റിലീസായ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു, സിനിമ അടിപൊളിയാണ്, ചേട്ടൻ അടിപൊളിയാണ്, ചേട്ടൻ നല്ല സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരുത്തന്റെ കൂടെ അല്ല. ഞാൻ പറയുകയാണ്, ഇതാണ് ഇവരുടെയൊക്കെ ലൈഫ്. ഈ ആരാധന എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രശ്നമാണ്.
അതുപോലെ ആരാധിക്കും കയറി ആൾക്കാർ. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സീരിയൽ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അതിനകത്ത് അഭിനയം കണ്ടിട്ട് അവരിലേക്ക് അങ്ങ് ആകർഷ്ടരായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരാരെയാണ് കല്യാണം കഴിക്കുന്നത്, ഈ പറയുന്ന ആർട്ടിസ്റ്റുകളെക്കാൾ ആദ്യമാണ് ഈ പറയുന്ന ഫാൻസുകാർ. ചുരുക്കത്തിൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ കാണുന്ന മോഡി ഒന്നും അല്ല. ഇവരുടെയൊക്കെ മനസ്സിൽ ഇവരുടെയൊക്കെ വിഷയങ്ങളൊക്കെ വേറെയാണ്. അപർണ തോമസ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, പണമാണ് എല്ലാം എന്ന് പറയുന്നുണ്ട്. പണത്തിന് മേലെ പലതും പറക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലുള്ള പറച്ചിലാണ് ഇവിടെ പറയുന്നത്. മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് മണി കംസ് ഫസ്റ്റ്. മണി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലെ ബാക്കി എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നടത്താം. റിലേഷൻഷിപ്സ് ആണെങ്കിലും എനിത്തിങ് ആൻഡ് എവറിത്തിങ് യു ക്യാൻ ഗെറ്റ് ഇഫ് യു ഹാവ് മണി. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇഫ് യു ഹാവ് മണി ദർ വിൽ ബി ലോട്ട് ഓഫ് പീപ്പിൾ അറൌണ്ട് യു, ബിഹൈൻഡ് യു, വിത്ത് യു, എപ്പോഴും ഉണ്ടാവും. സോ കാര്യം സാമ്പത്തികമാണെന്നുള്ളത് ആണ്. ദാറ്റ് money is everything. Money can't buy you happiness. I've heard that money can't buy you happiness and I am completely against it. Money will get you. കാശാണെല്ലാം. കാശുണ്ടെങ്കിൽ ബന്ധുക്കളുണ്ടാവും, സ്വന്തക്കാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, ചുറ്റിനും എല്ലാവരും ഉണ്ടാവും, നമുക്ക് എന്തും സാധിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പൈസ ഇല്ല, അത് അവരുടെ ഒരു തോട്ടാണ്. അവരുടെ മനസ്സിൽ അങ്ങനെയാണ്, പണമാണ് എല്ലാം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ പണം അല്ല എല്ലാം എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടാകും, അന്ന് ഇതെല്ലാം മനസ്സിലാക്കും. പലരും ഇങ്ങനെ പണമാണ് വലുതെന്ന് പറഞ്ഞിട്ട് ആ പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് പലർക്കും. അപ്പൊ പണം ഒന്നുമല്ല. ഈ പറയുന്നത് പോലെ പണം വേണം, അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള പണമൊക്കെ വേണം. എനിക്ക് ക്യാഷാണ് വലുത്, ക്യാഷിലാണ് എനിക്കെല്ലാം സാധിക്കാൻ പറ്റും, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ചതാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ അപർണ തോമസ് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, അപർണ തോമസ് ഏതോ വലിയൊരു കാശുകാരനുമായിട്ടെങ്ങാണ്ട് ബന്ധമുണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ട് ആരോപണമാണ് കേട്ടോ, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ പോസ്റ്റ് കണ്ടതാണ്, ഒരാൾ പോയപ്പോൾ അങ്ങേര് ഒരുമിച്ച് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. പക്ഷെ ഇപ്പൊ അത് ചർച്ചയായിട്ടുണ്ട്. നേരത്തെ ഇട്ട പോസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ അത് ചർച്ചയായിട്ടുണ്ട്. അതിൽ വലിയൊരു ക്യാഷുകാരനാണെന്നും അവനുമായിട്ട് അപർണ തോമസിന്റെ ബന്ധമുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ ആരോപിക്കുന്നുണ്ട്. അതിന് സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ആരോപണം മാത്രമാണ്, സത്യമാകാം കള്ളമാകാം. ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമന്റ് ആണ് ഇത്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷാണ് എല്ലാത്തിനും വലുത്, ക്യാഷ് ഉണ്ടെങ്കിൽ എന്തും സാധിക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കാശൊക്കെ വേണം, അത്യാവശ്യത്തിന് വേണം. കാശ് കൊണ്ട് നേടാൻ പറ്റാത്തത് പലതും ഉണ്ട്. നമുക്കറിയാം, ചിലപ്പോൾ നമുക്ക് കാശുണ്ടെങ്കിൽ ഒരുപാട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പിനെ കിട്ടിയേക്കും, ഒരുപാട് ഫേക്ക് ആൾക്കാർ നമ്മുടെ ചുറ്റിനും കൂടും, അവരുടെ കാശ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. കാശ് ഇല്ലാത്തൊരവസ്ഥ അത് കഴിഞ്ഞു വരുമ്പോൾ, ഇപ്പൊ നമ്മുടെ കയ്യിൽ കാശുണ്ട്, നമ്മുടെ കയ്യിൽ ചുറ്റിനും ഒരുപാട് പേര് കാണും, പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് കാശ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ കാശ് നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, ഈ കൂട്ടുകൂടി നിൽക്കുന്ന ആരും കാണത്തില്ല. അത് നഷ്ടപ്പെടാം. കാശ് എന്ന് പറയുന്ന സംഭവം എപ്പോൾ വേണമെങ്കിലും വരാം പോകാം, അങ്ങനെയാണ്. അല്ലാതെ കാശാണ് ഈ ലോകത്ത് എല്ലാം എന്ന് വിചാരിക്കുന്നതിനോട് അല്ലെങ്കിൽ ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന റിയൽ ആയിട്ടുള്ള ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ റിയൽ ആയിട്ട് നമ്മളെ സ്നേഹിക്കുന്നത് ആരാണ് എന്നൊക്കെ അവരെ തിരിച്ചറിയുന്നത് തന്നെ ഈ ക്യാഷിന്റെ കാര്യത്തിലൊന്നുമല്ല, അവരുടെ സ്നേഹം കൊണ്ടാണ്. റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു ബന്ധമൊന്നും ഈ ക്യാഷിന്റെ മേളിൽ ഉണ്ടാവത്തില്ല. ക്യാഷിന്റെ മേളിൽ വരുന്ന ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഫേക്ക് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് അപർണ തോമസ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, സത്യത്തിൽ എനിക്ക് തുടരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്റെ മനസ്സ് ഒരുപാട് ഭാരം കുറഞ്ഞതായും അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സിൽ നിന്ന് ഞാൻ ഒരുപാട് ഭാരം ഒഴിപ്പിച്ചു വെച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് എന്തോ വലിയൊരു കുറ്റം ചെയ്തത് അല്ലെങ്കിൽ വലിയൊരു ഇതിനകത്ത് വേർപിരിയാൻ കാരണം ജീവയാണെന്ന് നമ്മൾ സംശയിച്ചു പോകും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന അപർണ തോമസിന്റെ പോസ്റ്റ്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു വരിക, എത്രയെന്ന് വെച്ചാലും മൂടി വെക്കാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും വെളിയിൽ വരും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ ഈ അഭിമുഖങ്ങളും ഈ പറയുന്ന ഫോൺ കോൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെയാണ് ഇവരുടെ ലൈഫ്. വെളിയിൽ കാണിക്കുന്നത് മൊത്തം അഭിനയമാണ്. ഇവര് കൂടുതലും നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ, ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റീസിനെ ഒരുപാട് പേരെ എടുത്ത് നോക്കിയാലും അവരൊക്കെ ഈ വന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷകരമായിട്ടും ഭയങ്കരമായിട്ട് സ്നേഹമുള്ളവരായിട്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അവർ തമ്മിലുള്ള തമാശകളെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ക്യാമറ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ അടിയായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. പലരുടെയും ലൈഫ് ഇങ്ങനെയാണ്. നമ്മളെ കാണിക്കാൻ വേണ്ടി, വെളിയിൽ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതും റിയൽ ലൈഫിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നവരും ആണ് ഈ പറയുന്ന സെലിബ്രിറ്റീസിൽ അധികവും. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, അധികവും. എന്തായാലും ഇവർ തമ്മിൽ വേർപിരിഞ്ഞു. ഇത് ഇപ്പൊ ഈ ആരാധകർക്കൊന്നും അത്രയും അവരങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് സങ്കടമുള്ളവരെല്ലാവരും ഒരുപാട് പേരുണ്ട്. അവര് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരുപാട് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മെസ്സേജ് കൂടെ വായിക്കാം. ഈ പറഞ്ഞ അപർണ തോമസിന്റെ പോസ്റ്റിന് താഴെ വന്ന മെസ്സേജ് ഞാൻ വായിക്കാം. ജീവ ഇട്ട പോസ്റ്റും നിങ്ങളുടെ പോസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. ജീവ എത്ര ഭംഗിയായി ആ പോസ്റ്റിൽ എഴുതി ചേർത്തു, ഹാപ്പി ഫ്രീഡം എന്നൊരു ലൈൻ ഓക്കെ മ്യൂച്വൽ ഡിസിഷനിൽ ചേർക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു പോസ്റ്റ് കാണുമ്പോൾ, അപർണ തോമസ് ഇട്ട ഒരു പോസ്റ്റ് കാണുമ്പോൾ ഉറപ്പായിട്ടും അത് ജീവയുടെ പ്രശ്നമാണ്, ജീവയിലാണ് കുറ്റങ്ങളെല്ലാം എന്നുള്ള രീതിയിൽ ആരോപിക്കുന്ന രീതിയിലാണ് അപർണ തോമസ് ഇവിടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ.
എന്നിട്ട് ഒരുപാട് പേര് അങ്ങനെയൊക്കെ സംഭവിച്ചോ, അങ്ങനെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറെ കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കണ്ട കമന്റുകളൊന്നും ഇപ്പൊ കാണുന്നില്ല. ഓക്കെ, ആ ചാപ്റ്റർ എൻഡ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് അപർണ തോമസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചുരുക്കം പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒളിച്ചോടി എങ്ങും പോയില്ലല്ലോ. ഇപ്പം ജീവയെ വെച്ചിട്ട് വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോകാനോ ഒന്നും പോയില്ല. മ്യൂച്വൽ ആയിട്ട് അവർ പറഞ്ഞു, അവര് തമ്മിൽ തീരുമാനം എടുത്തു, അവര് തമ്മിൽ പിരിയുന്നു, സന്തോഷത്തോടെ പിരിയുന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. മറ്റേതുപോലെ ഇപ്പം ഒളിച്ചോടി പോയിട്ട് മറ്റൊരാൾക്ക് പേരുദോഷം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയോ ഒന്നും ചെയ്തില്ല. അവര് അവരുടേതായ ഇപ്പൊ മറ്റുള്ള ഒരാളെ മോശമാക്കിക്കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിച്ചില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇപ്പോഴത്തെ ഇതില്. എന്തായാലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, അവരുടെ കാര്യങ്ങൾ സംസാരിച്ചു, അവർക്ക് ഒത്തുപോകാൻ പറ്റിയില്ല എന്ന് തോന്നി, അവര് വേർപിരിഞ്ഞു എന്നാണ് എനിക്ക് ഈ പോസ്റ്റിൽ നിന്നും മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ആരുടെ കയ്യിലാണ് വിഷയങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് നമുക്കറിയാനും പറ്റത്തില്ല, ഇവരാരും പറഞ്ഞിട്ടുമില്ല. ഈ അപർണ തോമസ് ഇട്ടിരിക്കുന്ന പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ജീവയുടെ കയ്യിലാണ് വിഷയങ്ങൾ, ജീവ കാരണമാണ് ഇത് വേർപിരിയുന്നത്, അത് എന്റെ നിർബന്ധം, എനിക്ക് നിർബന്ധമായിട്ട് എനിക്ക് വേർപിരിയേണ്ടി വന്നു, അതുപോലെ തന്നെ എന്റെ ആവശ്യമായിരുന്നു വേർപിരിയേണ്ടത്, അതുപോലെ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ വലിയൊരു ഭാരം ഇറക്കി വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ജീവയെ തന്നെ സംശയിക്കുമെന്നുള്ളത്. പക്ഷേ ജീവ അവിടെ കൃത്യമായിട്ട് തന്റെ ലൈഫാണ്, ഞങ്ങളിങ്ങനെ വേർപിരിയാൻ മ്യൂച്വലായിട്ട് തീരുമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ നോർമലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപർണ തോമസ് ഇവിടെ ജീവയെ ഇട്ടുകൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.